ഓണം ഇങ്ങെത്തിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തളം പോലീസ് സ്റ്റേഷനിലാണ്. പന്തളം പോലീസ് സ്റ്റേഷനിലെ ഈ ജനമൈത്രി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഓണക്കിറ്റ് ഇന്ന് വിതരണം ചെയ്യുകയാണ്. ഈ ഓണക്കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത്? നമുക്ക് ജനമൈത്രി പോലീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരോട് തന്നെ ചോദിച്ചറിയാം. ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ അമീഷാണ് നമ്മോടൊപ്പം ഉള്ളത്. സാർ, ഇന്നിപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കാണല്ലോ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. എന്തൊക്കെയുണ്ട്, എന്തൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്? നമ്മൾ പച്ചക്കറി കിറ്റുണ്ട്, അരിയുണ്ട്, പലചരക്ക് സാധനങ്ങളുണ്ട്, സ്നാക്സ് ഉണ്ട്, പിന്നെ ഓണപ്പുട കുറച്ച് വീടുകൾ സന്ദർശിച്ച് അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആളുകൾക്ക് നമ്മൾ കോളനി കേന്ദ്രീകരിച്ചുള്ള പാവപ്പെട്ട ആളുകൾ പച്ചക്കറി കിറ്റ് അല്ലാതെ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കറിവേപ്പിലയുണ്ട്, പച്ചക്കറിയാണ് ഫുൾ അല്ലേ? പച്ചക്കറി, പാവയ്ക്ക, ഏതൊക്കെ ഐറ്റമാണുള്ളത്? പയറുണ്ട്, പാവയ്ക്കുണ്ട്, അങ്ങനെ എല്ലാ ഒട്ടുമിക്ക പച്ചക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട് അതിനകത്ത്. എങ്ങനെയാണ് പന്തളം ജനമൈത്രി പോലീസ് എല്ലാ വർഷവും ഇങ്ങനെ വിതരണം ചെയ്യാറുണ്ടോ? എല്ലാ വർഷവും നമ്മൾ കോളനികൾ കേന്ദ്രീകരിച്ച് നൽകാറുണ്ട്. BRCയിലെ കുട്ടികൾക്ക് വീടുകളിൽ പോയി സന്ദർശിച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ജനമൈത്രി യൂത്ത് ക്ലബ്ബ്, ജനമൈത്രി സമിതി അംഗങ്ങൾ അവരുടെ എല്ലാം സഹായത്തോടാണ് ഇത് ചെയ്യുന്നത്. അത് അവർക്ക് വേണ്ട നമ്മൾ BRCയിലെ കുട്ടികൾക്ക് അവർക്ക് ജേഴ്സി കൊടുത്തിട്ടുണ്ട്, മൊമെൻറ്റോ, പിന്നെ അതുപോലെ തന്നെ കോവിഡ് കാലത്തും പ്രളയകാലത്തും എല്ലാം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഈ വർഷവും ചെയ്തു വരും. ഓണപ്പുടവ് കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് അത്? ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക്, ആ കുട്ടികളെ നമുക്കറിയാമല്ലോ, അപ്പോൾ അവർക്ക് നമ്മൾ ഓണപ്പുടവ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. വീട് സന്ദർശിച്ച് അവർ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു. ഏകദേശം എത്ര കുട്ടികൾക്ക് ഇന്ന് കൊടുക്കും? ഇന്ന് ഇവിടെ ഉള്ളൊരു 17 കുട്ടികൾക്കും ഭിന്നശേഷിക്ക് ഇവിടെ പഠിക്കുന്ന 10 കുട്ടികൾക്ക് അല്ലാതെ 7 BRCയിൽ നിന്ന് ഇറങ്ങിയ 7 കുട്ടികൾക്ക് വീട്ടിൽ പോയി സന്ദർശിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 17 കുട്ടികൾക്ക് അല്ലാതെ ഒരു 50 പേർക്ക് പച്ചക്കറി കിറ്റും മറ്റ് ഐറ്റംസ്. ഇത് ഈ കാണുന്നതൊക്കെ ഇത് പലചരക്ക് സാധനങ്ങളാണ്. അരിയുണ്ട്, അതിനകത്ത് സ്നാക്സ്, പഞ്ചസാര, തേയില, അങ്ങനെ ഉൾപ്പെടെ 16ഓളം ഐറ്റംസ് വരുന്ന ഒരു കിറ്റാണ്. പന്തളം പോലീസ് ജനമൈത്രി അംഗങ്ങളും നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ ഓണക്കാലമാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ, ഒപ്പം തന്നെ കുടുംബങ്ങൾ, അവർക്കാണല്ലോ ജനമൈത്രി പോലീസിൻ്റെ നേതൃത്വത്തിൽ കിറ്റൊക്കെ വിതരണം ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങൾ പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ അനുഭവമൊക്കെ എങ്ങനെയാണ്? 2010-2011 തൊട്ട് ഞങ്ങളിവിടെ ജനമൈത്രി സമിതിയിലെ അംഗങ്ങളൊക്കെയാണ്. അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ, പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പോലീസിങ് മാത്രമല്ല അവർക്കുള്ളത്, ജനങ്ങളുമായിട്ട് വളരെ സഹകരിച്ച് ജനങ്ങൾക്ക് വേണ്ട എല്ലാ മരുന്നുകൾ, ഓരോ മാസവും മരുന്നുകളും പാമ്പേഴ്സും വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടി വരെ നമുക്കിവിടെ ഉണ്ട്. ഈ ഓണക്കാലത്ത് ഭിന്നശേഷിക്കാരായിട്ടുള്ള അങ്ങനെയുള്ള കുട്ടികളുള്ള കുടുംബങ്ങൾ, അവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് അല്ലേ ഇങ്ങനെ കിറ്റുകൾ കൊടുക്കുന്നത്? അതെ, ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല, കുറച്ച് അല്ലാതുള്ള നിർധനരായ കുടുംബക്കാർക്കും കൊടുക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ഒരു 10-15 പേർക്ക്, ബാക്കിയുള്ളൊരു 10-35 പേർക്കോളം ഓണപ്പുടവ അടക്കമാണ് കൊടുക്കുന്നത്. അരി, പഞ്ചസാര, എണ്ണ, പച്ചക്കറി എല്ലാം ഉണ്ട്, ബിസ്ക്കറ്റ്, സ്നാക്സ്. അപ്പോൾ ഈ സ്നാക്സൊക്കെ നമുക്ക് പതഞ്ജലി എന്ന് പറയും, പന്തളം പതഞ്ജലി കുറച്ച് നമുക്ക് സ്പോൺസർ ചെയ്തായിരുന്നു. അങ്ങനെയാണ് അത്. ബാക്കിയെല്ലാം ഞങ്ങൾ എല്ലാം കൂടെ സഹകരിച്ച് യൂത്ത് ക്ലബ്ബുണ്ട് ജനമൈത്രിയുടെ, യൂത്ത് ക്ലബ്ബും ജനമൈത്രി പോലീസും ജനമൈത്രി സമിതി അംഗങ്ങളും കൂടി സഹകരിച്ച് കളക്ട് ചെയ്തതാണ് ഇതെല്ലാം. വനിതകളും ജനമൈത്രി സമിതി അംഗങ്ങളായിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രവർത്തനം? എങ്ങനെയാണ്? നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് പറഞ്ഞു പേടിപ്പിച്ച പോലീസ് എന്നുള്ളതിൻ്റെ ആ ഒരു ചിത്രം മാറി എന്തുകൊണ്ടും എല്ലാറ്റിനും താങ്ങായിട്ട് പന്തളത്തെ ജനമൈത്രി സമിതി അംഗങ്ങളോടൊപ്പം ഞങ്ങളുടെ പോലീസുമുണ്ട്. വർഷങ്ങളായിട്ട് താങ്ങായി കിടക്കുന്ന എല്ലാവർക്കും താങ്ങായി തണലായിട്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പന്തളം പോലീസുമുണ്ട്. അത് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. സാധാരണ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഓണാഘോഷം കാണാറുണ്ട്. ഇത് പോലീസ് സ്റ്റേഷൻ ആണെന്നൊരു തോന്നലില്ല. കാര്യം ഇത് ഏതൊരു ക്ലബ്ബിൽ ആളുകളൊക്കെ ഒരുമിച്ച് നിന്ന് ഇങ്ങനെ ഓണാഘോഷം നടത്തുന്ന പോലെയാണ്. ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ, അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഈ ജനമൈത്രി പോലീസ്? പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെഡിസിൻസ് എത്തിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ അറിവിൽ സ്ഥിരം കൊടുക്കുന്ന ഫാമിലികളുമുണ്ട്. പിന്നീട് അല്ലാതെ ഞങ്ങളുടെ അറിവിലേക്ക് പരസ്പരം ഞങ്ങൾ സ്റ്റേഷനിൽ അറിയിച്ച്, സാർ ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ടെന്ന് അറിയിച്ചാൽ അത് സത്യസന്ധമായ വാർത്തയാണ്. ആ നിമിഷം തന്നെ ഞങ്ങളോടൊപ്പം പന്തളം പോലീസ് ഓടിയെത്താറുണ്ട്. പിന്നെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു വലിയ ഒരു പേടി ഇല്ല. ഞങ്ങൾക്ക് പന്തളം സ്റ്റേഷനിലേക്ക് വരാൻ പേടിയില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പോലെ തന്നെയാണ്. ഒരു സങ്കടം ഉണ്ടെങ്കിൽ പറയാനായി ഞങ്ങളിവിടെ ഓടിയെത്തുന്നത്. പിന്നെ നമ്മളുടെ ജനമൈത്രിയുടെ ഭാഗമായി നിൽക്കുന്ന അമീർ സാറ്, ഞങ്ങൾ ജനമൈത്രി അംഗങ്ങൾ, അതേപോലെ തന്നെ CI സാറ് എല്ലാം തന്നെ എന്ത് പ്രശ്നത്തിലും
മറ്റെല്ലാവർക്കും മാതൃകയായി തന്നെ പന്തളം പോലീസ് സ്റ്റേഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. പോലീസായാൽ ഇങ്ങനെ വേണം അല്ലേ? ഈ ഓണക്കാലത്ത് പന്തളം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും ഒപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും ഓണക്കിറ്റ് വിതരണം നിർവഹിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.